Okay, I'm ready. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിവേ, നിങ്ങൾക്ക് എല്ലാം പങ്കെടുക്കുവാനിടയിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ചതുപോലെ 7-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ 4-ാം അധ്യായം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ, ഭൂമിയുടെ അവസാനം വരെയുള്ള കാര്യങ്ങൾ, യോഹന്നാനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ഒരു നമ്മൾ സിനിമ മൂവി കാണുന്ന പോലെ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ യോഹന്നാന് മനസ്സിലായി ഈ ഉത്പ്രാണത്തിലൂടെ ദൈവമക്കളെല്ലാം സ്വർഗത്തിലേക്ക് പോയി. പിന്നെ എങ്ങനെയാണ് ഇവരെവിടുന്ന് വന്നവരാണ് എന്നുള്ള സംശയം അന്നേരം മൂപ്പന് അവിടെ വിരിക്കുകയാണ്. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഏറ്റവും നീചമായ വിധത്തിൽ കൊല്ലപ്പെട്ട് അന്ത്യക്രിസ്തുവിന്റെ വാളാൽ കൊല്ലപ്പെട്ട് വന്നവരാണ് ഈ വിശ്വാസികളെ, വിശുദ്ധന്മാര്. അത് നിങ്ങൾ അത് ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലായി. 16-ഉം 17-ഉം വാക്യം ഒന്ന് വായിച്ചാൽ 9-ന്റെ 7-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങള്, ലാസ്റ്റ് വാക്യങ്ങള്. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇവിടെ കാണുമ്പോൾ ഇതെല്ലാം അവസാനത്തിൽ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് അവരിനി ഒരിക്കലും വിശക്കുകയും ദാഹിക്കുകയും ഇല്ലാതെ എപ്പോഴും കുഞ്ഞാടിനോട് കൂടെ അവരെ ജലത്തിലേക്ക് നടത്തുകയും അങ്ങനെയാണ് കാണുന്നത്. എന്തോ ഒരു ആശ്വാസമാണ് നമുക്കുള്ളത്. അന്നേരം ഇവിടെ ഒരു വ്യത്യാസം കാണുന്ന അവർക്കുമില്ല. എന്നാൽ അവരുടെ കയ്യിൽ കുരുത്തോലയുണ്ട്. കുരുത്തോല നമ്മൾ കാണുന്നുണ്ടല്ലോ. കുരുത്തോല പെരുന്നാളൊക്കെ നമ്മൾ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. റാപ്ചറിന് ശേഷം ഈ പാം സൺഡേ എന്ന് നമ്മൾ പറയുന്നല്ലോ. അപ്പം ഈ കുരുത്തോല എന്ന് പറയുന്നത് വിക്ടറി, വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് വന്ന് വിജയികളായിട്ട് വന്ന് കുരുത്തോല അതാണ്. എന്നാൽ അവർക്ക് കീടങ്ങൾ കാണുന്നില്ല, അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവർ പ്രത്യേകം അവരും നമ്മളെ പോലെ തന്നെ രാജാക്കന്മാരായിട്ട് ഈ ഭൂമിയിൽ വാഴും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ആ ഗ്രേഡിലല്ലെങ്കിലും അവർക്കും പ്രത്യേകമായിട്ട് അവർ കഷ്ടം സഹിച്ചുകൊണ്ട് ദൈവം അവർക്ക് ബഹുമാനം കൊടുക്കും. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കി വെളുപ്പിച്ചവരാണ് അവര്. അപ്പം യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് നമ്മളെല്ലാം വന്നു കഴിഞ്ഞ് അതിന്റെ അവസാനം 2-3 ന്യായവിധികളാണ് നടക്കുന്നത്. ഒന്ന് ന്യായവിധി, പിന്നെ ജാതികളുടെ 2 ന്യായവിധി. ഈ 7 വർഷത്തിന്റെ അവസാനം ആ 7 വർഷത്തിന്റെ വെച്ച് അതിനോട് ബന്ധത്തിൽ യോവേൽ പ്രവചനം 3-11 മുതൽ 16 ഒന്ന് വായിച്ചാട്ടെ. യോവേൽ പ്രവചനം 3-11 മുതൽ 16 വരെ. യോവേൽ പ്രവചനം 3-11. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കേൾപ്പി. അതാണോ? 3-11. സോറി. ഓക്കെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്നു യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. വന്നു ചവിട്ടുവീൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോവും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഘവുമായിരിക്കും. താങ്ക് യു. അത് മതി. എന്നാൽ ഇതിന്റെ അവസാനത്തെ ഈ ന്യായവിധിക്ക് ഭൂമിയുടെ സർവ്വ ചുറ്റിലും നിന്നും ദൈവം അവരെ ഇവിടെ യോസാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുന്ന കാര്യമാണ് വായിച്ചിരിക്കുന്നത് യോവേൽ പ്രവചനത്തില്. അതിനോട് ചേർന്ന് ഇത് ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് ഓഡിയോ കേട്ടിട്ട് ഒത്തിരി ഇൻഫർമേഷൻ ഒരുമിച്ച് തലയിൽ കയറിയാൽ അത് പ്രോസസ്സ് ചെയ്യാൻ പ്രയാസമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2ആയിട്ട് ഇത് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, ഈ ഭാഗങ്ങൾ തന്നെ. ഇതിനോട് ചേർന്ന് മത്തായി സുവിശേഷം 25-31-46 വരെ വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് വായിച്ചാട്ടെ.
31 മുതൽ 46 വരെ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ അവരുടെ ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? ായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും? രാജാവ് അവരോട്, എന്റെ ഈ ജനം ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. താങ്ക് യു വെരി മച്ച്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കോലാടും ചെമ്മരിയാടും ആരാന്ന് നിങ്ങൾക്കൊരു ഊഹമുണ്ടോ ആരാന്നുള്ളത്? പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് മഹാപീഡന കാലത്തെ യഹൂദന്മാരെ ഹെൽപ്പ് ചെയ്തവര്, അതിലാണ് അവരെ ചെമ്മരിയാടും കോലാടുമായിട്ട് വേർതിരിക്കുന്നത്. ഹെൽപ്പ് ചെയ്തവര് വലത്തുവശത്തും അല്ലാത്തവർ ഇടത്തുവശത്തും. താങ്ക് യു. ഞാൻ ആദ്യം കുഞ്ഞുങ്ങൾ 6ാമത്തെ എപ്പിസോഡ് മുതൽ ആർക്കേടിയത് ആദ്യത്തെ 1-2 ഒരു എപ്പിസോഡില് 24-ാം അധ്യായം ഞാൻ കുറച്ച് ചർച്ച ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞതാണ്, അപ്പം ദൈവത്തിന് നന്മ ചെയ്യാത്ത ദുഷ്ടന്മാരാണ് ഈ കോലാടുകള്. ചെമ്മരിയാടുകള് ഈ ഏറ്റവും ചെറിയ ഒരുത്തിന് സഹായം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയവനെന്ന് പറയുന്ന ആരെ കുറിച്ചാണ് പറയുന്നത്? അപ്പൊ അത് പറഞ്ഞ യഹൂദ ജനത്തെ ഇപ്പം പറഞ്ഞത് തന്നെ, യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത അവരെ. അപ്പൊ ജാതികളിൽ 2 കൂട്ടരുണ്ട്. മഹാപീഡന കാലത്ത് വിശ്വസിച്ച ജാതികളുണ്ട്, വിശ്വസിക്കാത്ത ജാതികളുണ്ട്. വിശ്വസിച്ച ജാതികളാണ് ചെമ്മരിയാട്, വിശ്വസിക്കാത്ത ദുഷ്ടന്മാരാണ് കോലാട്. അതേസമയത്ത് യഹൂദന്മാരും വിശ്വസിച്ചവരുണ്ട്. അപ്പൊ 3 ഗ്രൂപ്പുകളാണ് അവിടെ കാണുന്നത്. ഇവിടെ 25-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ മനുഷ്യപുത്രൻ എന്ന് കാണുന്നു, സൺ ഓഫ് മാൻ. It is essentially a title associated with the Christ relationship with the earth. ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലാണ് യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷങ്ങളില് 84 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. പാപം മൂലം ഭൂമിയുടെ അവകാശം സാത്താന്റെ കൈവശമായി. നമ്മൾക്കെല്ലാം അറിയാം, നമ്മുടെ തീറാധാരം, ഡീഡ് ഓഫ് ട്രസ്റ്റ്, ആദാമിന്റെ കയ്യിൽ നിന്ന് മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി സാത്താന്റെ കയ്യിലായി. അപ്പോൾ മനുഷ്യപുത്രനായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയുടെ ആധാരം വീണ്ടെടുക്കുകയാണ്. അന്നേരം യേശുക്രിസ്തുവിന് മാത്രമാണ് ഭൂമിയിൽ ഭരിക്കാനുള്ള അവകാശം എന്നുള്ളത്. എസക്കിയേൽ 21:27 നമുക്ക് കാണാം. അത് വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഓൾറെഡി വായിക്കാനുള്ളത് കൊണ്ട് എസക്കിയേൽ 21:27 പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ അവകാശം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതാണ്. അപ്പോൾ അത് ഒരു ടൈറ്റിലല്ല. എന്നാൽ നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധത്തില് സൺ ഓഫ് മാൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറയാറില്ല, ദൈവപുത്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മത്തായി 24:39 നമ്മൾ മനുഷ്യപുത്രന് ഈ 24 കൂടെ കാണുമ്പോൾ ഈ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൾപ്രാപണത്തിന് ശേഷം യേശുക്രിസ്തു വീണ്ടും ഭൂമിയിൽ മഹാപീഡനവും 1000 ആണ്ട് വാഴ്ചയും വാഴുമ്പോൾ ആ സമയത്ത് മനുഷ്യപുത്രൻ എന്നുള്ള ടൈറ്റിലായി ആ നിലയിൽ ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിൽ
റാപ്ചറിന് ശേഷം, ഉൾപ്രാവണത്തിന് ശേഷവും സഭ തുടങ്ങുന്നതിന് മുമ്പുമാണ് മനുഷ്യപുത്രൻ എന്നുള്ള വിളിക്കുന്നത്. എന്നാൽ ഇത് 1000 ആണ്ട് വാഴ്ച കഴിച്ച ശേഷം പുതിയ ഭൂമി വന്നതിന് ശേഷം പുതിയ ഭൂമിയിൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതായിരിക്കും. നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലും ദൈവപുത്രൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. ഈ മത്തായി സുവിശേഷം നമ്മളിപ്പം വായിച്ചു കാണല്ലോ. അതുപോലെ തന്നെ ഈ സകല രാജ്യത്തു നിന്നും, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഈ ആൾക്കാരെ യഹോശാഫത്ത് താഴ്വരയിൽ അവിടെ കൊണ്ടുവരും. ജെറുസലേമിനടുത്തുള്ള താഴ്വരയാണ്. യോവേൽ 3:1-2 വായിച്ചാൽ, യോവേൽ പ്രവചനം 3:1-2. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു എന്റെ ദേശത്തെ വിഭാഗിച്ചു. അത് മതി. അപ്പൊ ലോകം മുഴുവനുള്ള ആൾക്കാരെ യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എങ്ങനെ അവരെ കൊണ്ടുവരുന്നത്? ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ 747 അയച്ചാന്നോ എങ്ങനെയായിരിക്കും അവരെല്ലാം കൂടെ വരുന്നത്? നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് അവരെ നിമിഷത്തിന് അവരെ എല്ലാവരും എങ്ങനെ അവിടെ കൊണ്ടുവരുന്നത്? ജിയോഗ്രാഫിക്കൽ ചേഞ്ചസ് വരുമായിരിക്കും. ജിയോഗ്രാഫിക്കൽ ചേഞ്ചസ് ഇല്ല. അങ്ങനെ ആസ്ട്രേലിയ എന്നുള്ളവരൊക്കെ എങ്ങനെ ഇവിടെ വരുന്നത്? അപ്പൊ ഇതില് ഇവിടെ യോസഫ് താഴ്വരയിൽ ഇവിടെ അമേരിക്കയിലുള്ളവരെയൊക്കെ എങ്ങനെയാ വരുന്നത്? മത്തായി അതുകൊണ്ട് ചേർന്ന് മത്തായി 49:50 വായിച്ചു തരാം. അന്നേരം അങ്ങനെയാണെങ്കിൽ അതിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആൻസർ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയല്ലായിരിക്കും. മത്തായി 13:49-50. അങ്ങനെ തന്നെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ടു നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. 49 വായിച്ചായിരുന്നോ? 49 വായിച്ചത്. ഇരുന്നു കൊണ്ട് 40 പാത്രങ്ങൾ വെച്ച് അതാ വായിച്ച് 40. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കുന്ന 13:49 അല്ലെ? ദൂതന്മാര് പുറപ്പെട്ട്, അപ്പൊ ഇവിടെ കാണുന്നത് എങ്ങനെയാ? അപ്പൊ 740 ദൂതന്മാര് പുറപ്പെട്ട് എല്ലാവരെയും അവിടെ ദൂതന്മാരുടെ ഏജൻസിയിലാണ് അവിടെ കൊണ്ടുവരുന്നത്. ദൂതന്മാരെ അയച്ചിട്ട് അവരെ എല്ലാവരെയും അവിടെ ന്യായവിധിക്കായിട്ട് അവിടെ കൊണ്ടുവരും. എന്തിനാണ് ഈ ന്യായവിധി നടത്തുന്നത്? ആരാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് പ്രവേശിക്കാൻ യോഗ്യര് എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റാണ് അവിടെ നടക്കുന്നത്. അപ്പൊ 25:32-33 ഇപ്പം വായിച്ചാണെങ്കിലും ആ 25:32-33 ഒന്നുകൂടെ വായിച്ചു എന്ന് റീഎൻഫോഴ്സ് ചെയ്യാന്. മത്തായി 25:32-33. ആ ചാപ്റ്റർ തന്നെ അവിടെ തുറന്നു വെച്ചേക്കണം. ഒരു വാക്യം കൂടെ ആവശ്യമുണ്ട്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ എല്ലാരെയും അവിടെ കൊണ്ടുവരും. 40 വാക്യം കൂടെ ഒന്ന് വായിച്ചേരെ. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തെടുത്തോളും, എല്ലാം എനിക്ക് ചെയ്യുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ വായിച്ചതിൽ നിന്ന് ഒരു കൂട്ടരെ ഇപ്പൊ നേരത്തെ അന്നമ്മ അവിടെ പറഞ്ഞതുമാണ്, യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത ആ ജാതികള്, ചെമ്മരിയാടുകള്, അവര് പിന്നെ വിശ്വാസികള്, കോലാട് അവരെ സപ്പോർട്ട് ചെയ്യാത്തവര്, അത് കണ്ടു. പിന്നെ ഈ സഹോദരന്മാരെന്ന് പറഞ്ഞത് യേശു ആരായി? പിന്നെ ഈ ചെറിയ സഹോദരന്മാരെന്ന് പറഞ്ഞ ആരായിരുന്നു? 3 ഗ്രൂപ്പിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്, യഹൂദന്മാര്. അപ്പൊ യഹൂദന്മാരിലും വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും ഉണ്ട്. അതെവിടെയും 2 ഗ്രൂപ്പുണ്ട്. എല്ലാ യഹൂദന്മാരും വിശ്വസിക്കണമെന്നില്ല. അപ്പം ദൈവത്തിന്റെ
ഈ കുടുംബത്തിന് യേശുവിന്റെ കുടുംബത്തിന് 3 ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ യേശുവിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണോ ബൈ ദ വേ? അതെ. ഓക്കെ. ഓക്കെ. താങ്ക് യു. അപ്പൊ അത് ഉദാഹരണത്തിന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നത്, നമ്മൾ 3 ഗ്രൂപ്പുണ്ട് യേശുക്രിസ്തുവിന്റെ കുടുംബത്തില് 3 അംഗങ്ങള്. പിന്നെ എബ്രായ ലേഖനം 2:11 അത് നമ്മളാണ് യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ. അത് പിന്നെ ഇപ്പം വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി വായിച്ചുകൊണ്ട് പിന്നെ ഓഡിയോ കുഞ്ഞുങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എബ്രായർ 2:11 നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലാണ്. പിന്നെ യേശുവിന്റെ കുടുംബത്തിലുള്ള വേറെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? യേശുക്രിസ്തുവിന്റെ ജഡത്തിലുള്ള കുടുംബത്തിലെ ആൾക്കാരെ അവിടെ തന്നെ മത്തായി ശേഷം 12:40 കാണുന്നുണ്ടല്ലോ. അല്ലല്ല, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ ചോദിച്ചേ. അപ്പം രണ്ടാമത്തെ ഇപ്പൊ യേശുവിന്റെ കുടുംബത്തിലുള്ളത്, യേശുക്രിസ്തു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർ പറഞ്ഞില്ലേ നിന്റെ സഹോദരന്മാരും അമ്മയും അവിടെ വന്ന് നിൽക്കുന്നു എന്ന്. അപ്പം അതാണ് ഇപ്പം പറഞ്ഞത്. മൂന്നാമത്തെ യഹൂദന്മാരെന്ന് പറഞ്ഞല്ലോ, അവരാണ്. അങ്ങനെ 3 കൂട്ടരാണ്. അത് യഹൂദന്മാരാരോന്ന് ചോദിച്ചപ്പോ ആ വാക്യം എന്തോന്ന് ചോദിച്ചാല് ഇപ്പം വായിക്കണ്ട. ആവർത്തന പുസ്തകം 17:15 അത് ഉണ്ട്. പിന്നെ ധാരാളം വാക്യങ്ങളുണ്ട്. അതിന് കോൺട്രവേഴ്സി ഇല്ല, ആർക്കും സംശയമില്ലല്ലോ. ഇവിടെ ഈ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ പറയുന്ന സഹോദരന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടു യഹൂദന്മാരാണ്. ജാതികൾ ജീവനോട് ഇരിക്കുന്നവരെ രണ്ടായി തരംതിരിക്കാം. അത് ഓൾറെഡി പറഞ്ഞു, ചെമ്മരിയാടും കോലാടും. കോലാടിനെ തള്ളിക്കളയും. അന്തിക്രിസ്തുവിന്റെ പീഡനത്തിൽ നിന്ന് യഹൂദന്മാരെ സംരക്ഷിക്കുന്ന ജാതിയിൽപ്പെട്ട വിശ്വാസികളാണ് ഈ ചെമ്മരിയാട്. അവിടെ ഈ ജഡ്ജി ഒരു നിസ്സാര ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ വാട്ട് ഡിഡ് യു ഡു ടു മൈ ബ്രദറൻ, എന്റെ സഹോദരന്മാരോട് നീ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ഒറ്റിക്കൊടുത്തോ? ഇതാണ് അവിടുത്തെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരെയും യെരുശലേമിൽ താഴ്വരയിൽ കൊണ്ടുവരും. അവിടെ നമ്മൾ കാണുന്ന യോശാത്ത് താഴ്വരയില്, അവിടെ യോശാത്ത് താഴ്വരയ്ക്ക് യേശുവിന്റെ സമയത്ത് ഗിദ്രോൻ വാലി എന്നും പേരുണ്ട്. യേശുക്രിസ്തുവിന്റെ സമയത്ത് അങ്ങനെയായിരുന്നു. യെരുശലേമിനും ഒലിവുമലയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 25:44 ഒന്ന് വായിച്ചാട്ടെ. 25 സ്വർഗരാജ്യം വയലിൽ 25:44. 25:44 അല്ലേ? അതിന് അവ കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലായി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്നുത്തരം. താങ്ക് യു. അത് മതി. അപ്പൊ ഇവിടെ ഒരു തമാശ എന്ന് പറഞ്ഞാല് ഇവരാരും യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ ചോദിക്കുന്ന എപ്പോഴാണ് നീ വിശന്ന് കണ്ടത്, ദാഹിച്ച് കണ്ടതെന്നൊക്കെ ചോദിക്കുക. അവിടെ കോലാടി ചോദിക്കുകയാണ്. അപ്പൊ 2 കൂട്ടരും യേശുക്രിസ്തുവിനെ നേരിൽ കണ്ടുകൂടാ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവിടെ ഒറ്റയൊരു ടെസ്റ്റേ ഉള്ളൂ. their behavior and attitude to the Jews will count. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യഹൂദന്മാരുടെ എങ്ങനെ പെരുമാറി, യഹൂദന്മാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പം വേറൊരു സംഗതി കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സംഗതിയുണ്ട്. നമ്മള് ഈ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവര് സ്വർഗത്തിൽ പോകുമോ? അവരെ 1000 ആണ്ടിൽ പ്രവേശിക്കുമോ? അവര് സപ്പോർട്ട് ചെയ്ത് അപ്പം അതിൽ അങ്ങനെ ചില വർക്ക് ചെയ്ത അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ പലരും ഈ വർക്ക് സാൽവേഷൻ എന്ന് പറയും. ചില പുണ്യകാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ചർച്ചിന് പൈസ കൊടുത്താലും അവിടെ അങ്ങനെ കൊടുത്താൽ രക്ഷ കിട്ടും എന്നുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെയുള്ള ചിലർക്ക് അങ്ങനെയുള്ള പഠിപ്പീരുമുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അതല്ല, എന്നാൽ ഇവര് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞത് തന്നെ അവർ വിശ്വസിച്ചു യേശുവിനെ. അതുകൊണ്ടാണ് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ പ്രത്യേകിച്ച് എഫീസ് ലേഖനത്തിൽ 2:10 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? സൽപ്രവർത്തിക്കായിട്ട്. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് സൽപ്രവൃത്തി ചെയ്യുന്നത്. സൽപ്രവൃത്തി ചെയ്തുകൊണ്ടല്ല പിന്നെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നതും പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുന്നതും വിശ്വസിച്ചത് കൊണ്ടാണ്. ഈ 2 കൂട്ടർക്കും ഇത് അറിയാം, ഈ ചെറിയവന്. അപ്പൊ യഹൂദന്മാർ ദൈവത്തിന്റെ മക്കൾക്ക് ആര് സഹായം ചെയ്താലും അത് ദൈവം അത് കണക്കാക്കും. അപ്പൊ ചിലർക്കൊരു സംശയം തോന്നാൻ വേണ്ട, ഇതിപ്പം മഹാപീഡനത്തിലെ കാര്യമാണല്ലോ അവിടെ പറയുന്നത്. യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത് വിശുദ്ധവന് ആഹാരം കൊടുത്തു, ദാഹിക്കുന്നവന് വെള്ളം കൊടുത്തു,
എന്ന് പറഞ്ഞാലും ചില സംഗതികൾ യൂണിവേഴ്സൽ ആസ്പെക്ട് ഉണ്ട്, യൂണിവേഴ്സൽ സത്യമാണ്. ഇത് ചില കാര്യങ്ങൾ പ്രവചനത്തിൽ ഡ്യുവൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. ഈ സമയത്തും ആപ്ലിക്കബിൾ ആണ്, ഭാവിയിലേക്കും ആപ്ലിക്കബിൾ ആണ്. ഇന്ന് ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ദൈവം തീർച്ചയായിട്ടും അത് ഏത് കാലത്താന്ന് പറഞ്ഞാലും, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവത്തിനെ യേശുക്രിസ്തുവിനെ ചെയ്യുന്നവരാണ്. അത് ദൈവം ഒരിക്കലും മറക്കില്ല. ഇപ്പോഴാണെങ്കിലും നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പം നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ദൈവം നമുക്ക് പ്രതിഫലം തരും. അത് മഹാപീഡന കാലത്തിൽ അന്യോന്യം അവര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മഹാപീഡനത്തിലാണല്ലോ, നമുക്കല്ലല്ലോ എന്ന് പറയാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തിലേക്ക് നമ്മൾ നോക്കിയാലും അവിടെ യേശുക്രിസ്തു എപ്പോഴും ദൈവത്തിനെപ്പോഴും ദൈവമക്കളെ സപ്പോർട്ട് ചെയ്തവരെ എപ്പോഴും ആ നിലയിൽ ദൈവം പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ യഹൂദന്മാര് കനാൻ ദേശത്തു നിന്ന് വരുന്ന വഴിക്ക് തന്നെ കനാൻ ദേശത്തേക്ക് മിസ്രൈമിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ അവിടെ ദൈവം പ്രത്യേകം യഹോവ അവിടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, യു ഷാൽ നോട്ട് ഡിറ്റസ്റ്റ് ആൻ എദോമൈറ്റ് ഫോർ ഹീസ് യുവർ ബ്രദർ. അതുപോലെ തന്നെ യു ഷാൽ നോട്ട് ഡിറ്റസ്റ്റ് ആൻ ഈജിപ്ഷ്യൻ ബിക്കോസ് യു ആർ ഏലിയൻ ഇൻ ഹിസ് ലാൻഡ്. അപ്പം യേശുക്രിസ്തുവിനും യഹോവയുടെ സമയത്തും ഇസ്രായേൽ മക്കളെ സപ്പോർട്ട് ചെയ്തവരെ ദൈവം പ്രത്യേകം പരിഗണന കൊടുത്തു. ഭാവിയിലും അത് ദൈവം അത് അവിടെ യേശുക്രിസ്തു ജനിച്ചപ്പം തന്നെ ഈജിപ്തിലെ അവിടെ പോയി, അവിടെയാണ് പിന്നെ അവർ താമസിച്ചത്, ജോസഫും മറിയയും. അതുകൊണ്ട് കനാൻ ദേശത്ത് 400 വർഷം അവർ താമസിച്ചു. ഇതെല്ലാം ദൈവം തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദൈവം അതൊരിക്കലും മറക്കുകയില്ല. ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയിലും എന്തുവാ കാണുന്നത്, അവിടെ സ്ത്രീയായും ഇസ്രായേലും ഇസ്രായേൽ ജനങ്ങളുടെ കൂടെ അവർ സഹോദരന്മാരായിട്ടിരിക്കും. അവരൊരു ഹൈവേ, ഡമാസ്കസ് കൈറോയിലും ജെറുസലേമിലും ഹൈവേ തന്നെ കാണുമെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തെ നമ്മൾ ആര് സപ്പോർട്ട് ചെയ്താലും അത് മഹാപീഡന സമയത്തല്ല, ഇപ്പോഴാണെങ്കിലും പഴയ നിയമകാലത്തും ദൈവം എന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കും, ചെറിയൊരു സംഗതി പോലും ദൈവം വിടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഇവർക്ക് എന്തുവാ പറ്റിയത്, ഈ കോലാടിന് പറ്റിയ എന്താണ്, ദേ ക്രൈം വിൽ ബി ദ സിൻസ് ഓഫ് ഒമിഷൻ. ഇവർ ചെയ്തെന്ന് പറഞ്ഞാല് സിൻസ് ഓഫ് ഒമിഷൻ. ചെയ്യേണ്ട സമയത്ത് നമ്മൾ പറയേണ്ട സമയത്ത് പറയണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇവര് ദൈവജനം കഷ്ടം അനുഭവിച്ചോൾ അവരെ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത് അഭയം കൊടുത്ത ആൾക്കാരാണ്. അവര് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇവര് ഒന്നും ചെയ്തില്ല. സിൻസ് ഓഫ് ഒമിഷൻ നിയമത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്, സിൻസ് ഓഫ് കമ്മീഷൻ ഒമിഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അമേരിക്കയിലൊക്കെയാണെങ്കിൽ തന്നെ അറിയാം, ഒത്തിരി വിവാഹങ്ങളൊക്കെ മോചനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗേൾ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് 1 വയസ്സുള്ള കൊച്ചിനെ അടിച്ചു കൊന്നു. അപ്പം ബോയ് ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു. അതേ സമയത്ത് അമ്മയെ അറസ്റ്റ് ചെയ്യും. എന്തിനാ? അമ്മ ഒന്നുമില്ല. പക്ഷേ ഈ ബോയ് ഫ്രണ്ട് അവിടെ ആദ്യത്തെ കെട്ടിലെ 1 വയസ്സുള്ള കൊച്ചിനെ ദേഹോദരം ഏൽപ്പിക്കുന്ന കണ്ട് അവളെ മിണ്ടാതെ നിന്നതുകൊണ്ട് അവളെ മർഡർ ബൈ ഒമിഷൻ, അവളെയും അറസ്റ്റ് ചെയ്യും. സെയിം 2 പേർക്കും കൊലക്കുറ്റത്തിനാ. ഇത് നമ്മൾ ലോകത്തിന്റെ ആദ്യത്തെ സംഭവം നോക്കിയാൽ അവിടെ ഹവ്വ ചെയ്തത് എന്താണ്, സാത്താൻ വന്നപ്പം ഷീ കമ്മിറ്റഡ് കമ്മീഷനാണ് കമ്മിറ്റഡ് എ ക്രൈം ദെയർ. ആദാമിന്റെ തെറ്റിന് ഒമിഷനാണ്. അതിനും അവിടെ ഈ സംഭാഷണങ്ങളൊക്കെ സാത്താൻ വന്ന് നടത്തി കാര്യങ്ങളൊക്കെ കണ്ടിട്ടും പുള്ളി ആ കാര്യത്തിൽ ഇടപെടാതെ അവിടെ നിശബ്ദനായിട്ട് നിന്നു. അതാണ് പാപം. ഇവിടെ ലോകത്തിൽ മുഴുവനും അത് ഇപ്പോഴും അന്വർത്ഥമാണല്ലോ. ഇപ്പൊ ഈ മലയാളികൾ എവിടാന്ന് പറഞ്ഞാലും അവർ ഇച്ചിരി ഒരു പെട്ടെന്ന് മുൻകോപികൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് വളരെ ബഹളം ഉണ്ടാക്കും. നാട്ടിൽ ഇവിടെ എല്ലാം അങ്ങനെ. ഇവിടെ നാട്ടിൽ തന്നെ അറിയാം, കിഴക്കോട്ട് നിന്ന് ആരാധിക്കുന്നതും മറ്റും വെച്ച് പണ്ട് 2-3 കൊല്ലത്തിനും വലിയ അടിപിടി കത്തോലിക്ക സഭയിൽ. കത്തോലിക്കനോ ഹിന്ദുവെന്നോ പെന്തക്കോസ്തോ പറഞ്ഞൊന്നുമില്ല, എല്ലാം മലയാളികളെ എല്ലാം സെയിമാണ്. ഇവിടെ ആണെങ്കിലും ഈ ചർച്ചയൊക്കെ രണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ നടക്കും. അന്നേരം വേറൊരു ഗ്രൂപ്പുണ്ട്, എന്ന് പറഞ്ഞാൽ ഇതൊന്നും അടങ്ങിയില്ല. അവര് ഈ ചില സംഗതികൾ വലിയ വയലേഷൻ കാണുമ്പോഴും ഉണ്ടല്ലോ, അവർ ഇടപെടുന്നതിന് പകരം ഇത് തെറ്റാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരാളെ കാരണം കൂടാതെ അടിച്ചു, അത് തെറ്റാണെന്ന് പറയാൻ
നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്, സഹോദര നീ അത് ചെയ്ത് ശരിയല്ല, അവനെ അടിച്ചെന്ന് പറയേണ്ടതാണ്. എന്നാൽ ഇവിടെ പലരും വിശ്വാസികൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. പക്ഷെ അവർക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. അവർ ഇത് ഇടപെടാൻ ഈ രണ്ടുപേരുടെ ഇടയിൽ വരാൻ അവർക്ക് അതിന്റെ താല്പര്യമില്ല. അപ്പം അവർ പണങ്ങിയിലെന്തോ എടുക്കും. അതുകൊണ്ട് വിശ്വാസികളുടെ ഒരു ഗ്രൂപ്പിൽ കാണുന്നത് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അവര് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതിരിക്കുമ്പോൾ അതിന് സെൻസ് ഓഫ് ഒമിഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ദൈവം നമ്മുടെ ിലല്ല, നമ്മൾ പറയുന്ന പോലെ ദൈവം ചെയ്യുന്നതല്ല. ദൈവം നമുക്ക് കോമൺ സെൻസും വചനത്തിൽ ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇവിടെ പറ്റിയത് ഈ മഹാപീഡന സമയത്ത് ഈ യഹൂദന്മാര് വന്നിട്ടും ഇവരെ അന്തിക്രിസ്തു കൊല്ലുന്ന കണ്ടിട്ടും ഈ ജാതികളെന്ന് അവരെ യാതൊരു ഇൻഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരെ കോലാടുകളായിട്ട് അവരെ നരകത്തിലേക്ക് തള്ളിവിടുന്നത്. മറ്റൊരു ഈ ചെമ്പരിയാടും യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടവരും കൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും, മറ്റൊരു നിത്യ നരകത്തിലേക്കും തള്ളിയിടും. അതാണ് ഇപ്പൊ ഈ വരുന്ന ആഴ്ച 24-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളുടെ ഈ ചർച്ച ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് ടു മച്ച് ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി ഫ്യൂ മിനിറ്റ്സ് ചോദിക്കാം. ഇത്രയും ഭാഗത്ത് ഈ അവസാനത്തെ ബുദ്ധിമുട്ട്. അപ്പം ഈ ട്രിബുലേഷന്റെ അവസാനം മൂന്ന് കൂട്ടറാണുള്ളത്. യഹൂദന്മാര്, ജാതികളിൽ 2 കൂട്ടര്, ചെമ്മരിയാടും കോലാടും. അത് മനസ്സിലായല്ലോ? ഈ 144,000 കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചതിന്റെ അതിനെപ്പറ്റി വേറൊന്ന് 144,000 സീൽ ചെയ്ത് ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അവരെ അയച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ആ കൂട്ടത്തില് ജാതികളോട് അവർ സുവിശേഷം പറയുമ്പോൾ ജാതികൾക്ക് ആ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ? എല്ലാരും ഉണ്ട്. അതല്ല ഇപ്പൊ പറഞ്ഞ ജാതികളിൽപ്പെട്ടവരാണല്ലോ ചെമ്മരിയാടെ. തീർച്ചയായിട്ടും 144,000 പേര് പ്രസംഗിച്ചത് അവർ ലോകം മുഴുവൻ എല്ലാ കോർണറിലും പോയി പ്രസംഗിച്ചു. ജാതികൾ രക്ഷിക്കപ്പെട്ടവരാണ് ഈ ചെമ്മരിയാട്. ജാതികൾ ഈ 144,000 പ്രസംഗിച്ചിട്ടും രക്ഷിക്കപ്പെടാത്ത ജാതികളാണ് കോലാട്. അപ്പൊ യഹൂദന്മാരിലും മെജോറിറ്റി രക്ഷിക്കപ്പെട്ടു, ഒരു കുറച്ചു പേര് രക്ഷിക്കപ്പെടായിരുന്നു. പക്ഷെ അവരെ തള്ളിക്കണം. പിന്നെ അതുകൂടാതെ വേറെ സമയത്തുണ്ട്, ദൂതൻ ആകാശത്തൂടെ സുവിശേഷം രാജ്യത്തിന്റെ വിശേഷം പറയുന്നെന്ന് പറയുന്നുണ്ട്. ദൂതനും കൂട്ടി. താങ്ക് യു. നിത്യശേഷം പിന്നെ ഏലിയാവും മോശയും വരുന്നുണ്ട് യെരുശലേമിൽ. അവരും അത്ഭുതങ്ങൾ കാണിച്ച് അവര് അന്തിക്രിസ്തു അവരെ വധിക്കും. അവര് 3 ദിവസം യെരുശലേമിന്റെ വഴിയിൽ കിടക്കും. അപ്പൊ 3-ാം ദിവസം യേശുക്രിസ്തു പറയും ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ അവര് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് മുഴുവൻ, അന്ന് ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും അതെല്ലാം. ഇപ്പോഴത്തെ ടെക്നോളജിയെക്കാളും അന്നത്തെ ഇതായിരിക്കും. ലൈവ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ കയറി വരും എന്ന് പറയും ഏലിയാവും മോശയും അവിടെ. അപ്പം സുവിശേഷത്തിന് യാതൊരു പഞ്ഞവുമില്ല. 144,000 പേരുണ്ട്. മോശ ഏലിയാവ് സമയത്തുണ്ട്, ദൂതൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഞാന് രക്ഷിക്കപ്പെടാൻ ഞാൻ അറിഞ്ഞില്ല എന്ന് ആർക്കും ഒരു മുടന്തന്യായം പറയാൻ പറ്റും. ഞാനിപ്പോ ഈ ജാതികൾ രക്ഷിക്കപ്പെട്ട കാര്യത്തെ കുറിച്ച് മാത്യു ചാപ്റ്റർ 24 ഇങ്ങനെ താഴോട്ട് 31 മുതൽ നമ്മൾ വായിച്ചല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഞാനൊരു ബുക്ക് ഞാൻ ഓർക്കുന്നില്ല, ജോൺ മക്കാദറിന്റെ ആണോ അതോ ജോൺ ഓഫ് വാൽവുഡിന്റെ ആണോ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ജാതികളാണ് രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലല്ല, അവർ പ്രവൃത്തികൾ മൂലമാണെന്ന്. അപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ള ഇപ്പൊ ഏത് മക്കാർദറോ ആരാന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാ ആരാന്നുള്ളത്. ഒരാളാ. അതെ. എനിവേ എനിക്കിത് പറയാനുള്ളൂ, ആദ്യം മുതലുള്ള എല്ലാ യുഗത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസത്താല. അബ്രഹാം വിശ്വാസത്താലാണ്. ഇപ്പൊ യേശുക്രിസ്തു പിന്നെ നമ്മൾ വിശ്വസിച്ചില്ലേ, യേശുക്രിസ്തു എത്ര വർഷത്തിന് മുമ്പാണ് മരിച്ചത്? 2000 എന്ന് വെച്ചു. അപ്പൊ നമ്മൾ പുറകോട്ട് നോക്കിയല്ലേ വിശ്വസിച്ചത് 2000 കൊല്ലത്തിന് മുമ്പ്. എന്നാല് അബ്രഹാം ഒക്കെ എന്താ ചെയ്തു? അബ്രഹാം ഒക്കെ പുറകിന്ന് നമ്മുടെ അത്രയും ഇൻഫർമേഷൻ അവർക്കില്ലായിരുന്നെങ്കിലും ഇൻഫർമേഷൻ ആവശ്യത്തിനുണ്ടായിരുന്നു. അവർ മുമ്പോട്ട് നോക്കി വിശ്വാസത്താലാണ് അവർ ക്രിയകൾ വ്യത്യാസമായിരുന്നു. അവർ ചെയ്ത യാഗവും ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേക അതിന്റെ പ്രോസസ് ആയിരുന്നു. എന്നാല് വിശ്വാസമായിരുന്നു അതിന്റെ ബേസിസ്.
അപ്പൊ ഇവര് ഇപ്പം ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞില്ല, ഇപ്പൊ ഈ പുസ്തകത്തിൽ വായിച്ചെന്ന് പറഞ്ഞ് ഈ പ്രവർത്തിയാലാന്ന് പറയുന്നതിന്റെ സംഗതി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തു, അന്നേരം ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകുമല്ലോ. ഒരിക്കലും പോകില്ല. അപ്പൊ വിശ്വസിച്ചത് കൊണ്ടാണ് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തത്, അല്ലെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ വി ഹാവ് ബീൻ സേവ്ഡ് ടു ഡു ഗുഡ് വർക്ക്സ്, നല്ലത്. അപ്പൊ ഇവരാ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്ത് യേശുക്രിസ്തുവിനെ അവർ വിശ്വസിച്ചു. 144,000 പേര് പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു, അതുകൊണ്ടാണ് സപ്പോർട്ട്. അപ്പം മറ്റേ ഞാൻ ആദ്യമേ അത് പറഞ്ഞല്ലോ, ഇങ്ങനെ മിസ്ഇന്റർപ്രിട്ടേഷൻ ഇത് വായിച്ച് ഇങ്ങനെ പല പുസ്തകങ്ങളിലും ടിവിയിലും ഒക്കെ യൂട്യൂബിലൊക്കെ പ്രസംഗങ്ങൾ പണ്ട് മുതലേ വരുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ വരുന്നതിന് മുമ്പ് പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാപീഡന കാലത്ത് പ്രവർത്തിയാൽ രക്ഷ പ്രാപിക്കാമെന്ന്. അപ്പം എന്നാൽ അതല്ല, പ്രവർത്തിച്ചത് വിശ്വാസം കൊണ്ടാണ് പ്രവർത്തിച്ചത്, അതാണ് അതിന്റെ ബേസിസ്. പിന്നെ അതുപോലെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രവചനത്തെ കുറിച്ച്. യഹോശാഫാത്ത് താഴ്വരയിൽ ജാതികളെ എല്ലാം ന്യായവിധിക്ക് വേണ്ടി കൂട്ടി വരുത്തുമ്പം അന്നേരം ഈ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്ന കാര്യമൊക്കെ മുമ്പോട്ടുള്ള ചാപ്റ്റേഴ്സിലുണ്ടല്ലോ റെവലേഷനില്. അപ്പൊ അങ്ങനെ ജിയോഗ്രഫിക്കൽ ചേഞ്ചസ് വന്ന ഇവർക്കെല്ലാം യഹോശാഫാത്ത് താഴ്വര ഒന്നിച്ചു കൂടാനുള്ള വഴികൾ അങ്ങനെ ഒരുക്കുന്നതാണ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റുകയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ന്യായവിധിക്ക് തേജസ്സിന്റെ സിംഹാസനം അവിടെ വെക്കുമ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുക. അപ്പൊ അത് മത്തായി സുവിശേഷത്തിൽ വായിപ്പിച്ചു, അതാ യൂദന്മാര് എന്ന് കൊണ്ടുവന്ന് അവരെ എല്ലാരെയും ഭൂമിയിലുള്ള എല്ലാ ജനത്തെയും കൊണ്ടുവരും. പിന്നെ ഒരു സംഗതി പറയാമല്ലോ, ആദാം മുതൽ അവസാനം വരെയുള്ള ആൾക്കാര് യേശുക്രിസ്തുവിനെ നേരിട്ട് കാണും. നേരിട്ട് കാണാതെ ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ജനിച്ചു. നമ്മൾ കാണുന്നത് എങ്ങനെ? ഭീമാ സീറ്റിൽ വെച്ച് നമുക്ക് പ്രതിഫലം തരുമ്പോഴാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. ജാതികൾ കാണുന്നത് എപ്പോഴാണ്? വെള്ള സിംഹാസനത്തില്. അപ്പൊ അവിടെ മഹാപീഡന സമയത്ത് കാണുന്നത് അവിടെ യേശുക്രിസ്തു അവിടെ ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കാണും. എല്ലാവരും യേശുക്രിസ്തു സുപ്രീം കോടതി ജഡ്ജിയാണ്, യേശുക്രിസ്തുവാണ് ന്യായം വിധിക്കുന്നത്. അപ്പം അവിടെ നടന്നോ ട്രാൻസ്പോർട്ട് 747 അല്ല അവിടെ വരുന്നത്. ജിയോഗ്രഫിക്കൽ ചേഞ്ച് വന്നെന്ന് പറയാൻ ഇങ്ങനെയുള്ള ചേഞ്ച് അല്ല. ജിയോഗ്രഫിക്കൽ ചേഞ്ച് വന്നാലും എങ്ങനെയാ ഈ ഇറാഖിലുള്ളവരും ആസ്ട്രേലിയയിലുള്ളവരും എങ്ങനെയാ യോശാത്ത് താഴ്വര വരുന്നത്? അപ്പം യൂദന്മാരെ അയച്ച് അവരെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് എല്ലാരെയും അവിടെ കൊണ്ടുവരും, എല്ലാരെയും അവിടെ കൂട്ടും. അങ്ങനെയാണ് അവിടെ ന്യായം വിധിക്കുന്നത്. മണി 9. ഓക്കെ എന്റെ കണക്ഷൻ പറഞ്ഞു വരുന്നു. താങ്ക് യു. താങ്ക് യു. You welcome. Bye-bye.